കേരമീൻ തേങ്ങാപ്പാലിൽ വെച്ചത്. എണ്ണ ഒഴിച്ച് ഇഞ്ചി, പെരിഞ്ചീരകം, ഒരു 3 വെളുത്തുള്ളി, ചെറിയുള്ളിയും വലിയുള്ളിയും പാടെ കുറച്ച് നന്നായി വഴറ്റുക. മൂടി വെച്ച് നന്നായി വഴറ്റണം. നല്ല ഉള്ളി ചോക്കനെ വഴറ്റണം. പിന്നെ ഒരു വലിയ തക്കാളി നല്ല ഒത്തിരി ഉപ്പിടുക. അപ്പോൾ നല്ല കുഴഞ്ഞ് വഴന്നോളും. അങ്ങനെ ഉപ്പിട്ട് ഒരു മുളക് കീറിയിട്ട് മൂടി വെച്ച് നന്നായി വേവിക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില നന്നായി വഴറ്റുക. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി. ഇത് ഉപ്പും മുളകും മഞ്ഞളും കുഴച്ച് വെച്ച മീനാണ് കേരമീൻ. ഇത് നന്നായി അതിലിട്ട് ഇളക്കുക. നന്നായി ഇളക്കി ഇതിൽ കുടംപുളി ചുടുവെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിട്ട് ഇളക്കി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി വേവിക്കുക. ഇത് ഒരു മൂടി തേങ്ങൻ്റെ പാലാണ്. ആ പാല് ഇതിലൊരു പൊടി ഞാൻ ഇടുന്നുണ്ട്. സ്പെഷ്യൽ പൊടിയാണ്. കുരുമുളകും മല്ലിയും നല്ല ജീരകം, പെരുംജീരകം, ഉണക്കമുളക് നല്ല ചോക്കനെ വറുത്തിട്ട് പൊടിക്കുക. എന്നിട്ട് അതൊരു സ്പൂൺ ഇടുക. നല്ല മണം ഉണ്ടാവും. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പുളി പാകമാണെങ്കിൽ കുടംപുളി അതിന്ന് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ പുളി കൂടും. നല്ല കുറുങ്ങനുള്ള കറി സൂപ്പറായിട്ടുണ്ടാവും. ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും. ഓക്കേ, അസ്സലാമു അലൈക്കും.